ഹലോ, വെൽക്കം ബാക്ക് ടു മറൈംസ് വ്ലോഗ്. ഇന്നൊരു പുതിയ വ്ലോഗാണ്. അങ്ങനെ പറഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ. ഇത് പെരുന്നാളിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോയാണ്. റെസിപ്പി ആയിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത്, ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ പോലെ ഇട്ടേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ നെയ്ച്ചോറ് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നെയ്ച്ചോറിന് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയെ അരി കഴുകി ഇപ്പം പാത്രത്തിലോട്ടിട്ടിട്ടുണ്ട്. ബീൻസും ഗ്രാമ്പൂ അങ്ങനത്തെ ഏലക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ചെറിയ ഉള്ളി ചിക്കൻ കറിക്കും പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ളതുമാണ് ഇങ്ങനെ ഉമ്മി അരച്ചൊഴിക്കുന്നത്. പിന്നെ കറിവേപ്പില ഞാൻ എടുത്തുകൊണ്ട് വന്നതാട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമായതുകൊണ്ട് കുറേ എന്തോ പോലെയൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഉമ്മി കഴുകിയെടുക്കുക കേട്ടോ. ഇത് കഴുകിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താക്കിയിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മ അങ്ങനെയാണ് ചെയ്യുന്നത്, ചോപ്പറൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പം അതിന് പകരം ഇങ്ങനെ എടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കയറ്റിയിട്ട് മറ്റേ ഇടിക്കുന്ന കല്ലും കൊണ്ട് ഇടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് കിട്ടുക. വീഡിയോ ഞാനാണ് എടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അത് ചോറ് വെന്തോന്ന് നോക്കുന്ന. അപ്പം വെള്ളം കുറവായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ആയിട്ടും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. കണ്ടില്ലേ, ഇപ്പം ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മാറ്റിവെച്ച് പിന്നെ വീണ്ടും ഉള്ളിപ്പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ പൊളിക്കുന്ന ഒരു പണിയല്ലേ. ഞാൻ ചെയ്തില്ല, ഉണ്ണിയേട്ട ചെയ്ത്. പിന്നെ നെയ്ച്ചോറുണ്ടാക്കാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. കശുവണ്ടി, മുന്തിരി, നെയ്യ്, ഡാൽഡ, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കൈതച്ചക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്തവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. പിന്നെ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ടത് ഡാൽഡ ആണ്. നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. നെയ്ച്ചോറെന്ന് പറയുമ്പോഴേ നെയ്യാണല്ലോ. അപ്പം നെയ്യുടെ നല്ല ഫ്ലേവർ വേണം. അതിനുവേണ്ടി നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിക്കുന്നത്. നമ്മളിപ്പം മാത്രമല്ല നെയ്യ് ഒഴിക്കുന്നത്, ഇടയ്ക്ക് ലാസ്റ്റ് ഒന്നും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ഞാൻ പറയുന്നതേ ഉള്ളേ. എല്ലാ സ്ഥലത്തും നെയ്ച്ചോറൊക്കെ ഒരേപോലെ തന്നെയാണ് തോന്നല്ലേ ഉണ്ടാക്കുന്നത്. ബിരിയാണി ഒക്കെ വേറെ വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് എല്ലായിടത്തും ഒരേപോലെയാണ് തോന്നുന്നത്. നെയ്ച്ചോറ് ഡിഫറെൻറ്റ് അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെയൊക്കെ അവിടെ ഇതുപോലൊക്കെ തന്നെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം ഉള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് അതിലോട്ട്. എന്നിട്ട് വഴന്നിട്ട് വരുമ്പോഴാണ് ബാക്കി പരിപാടി.
നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് പറയണേ. കണ്ടോ, അങ്ങനെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നേരത്തെ കാണിച്ചില്ലേ ആ ഐറ്റംസൊക്കെയാണ് ഇട്ടേക്കുന്നത്, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പം കുറച്ച് അതിൽ നിന്ന് നെയ്യ് മാറ്റി വെക്കുന്നത് മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചോറിലിട്ട് ഇളക്കാനാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഫ്ലേവർ കിട്ടാനോ. അപ്പം നമുക്ക് എണ്ണയൊന്നും പോരെങ്കിൽ നമ്മൾ നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നെയ്യ് കുറച്ചും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടമാവുന്നില്ലെങ്കിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിടാൻ മറന്നുമായിരുന്നു. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ചോറ് വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തായിരുന്നു, ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അണ്ടിപ്പരിപ്പ് നേരത്തെ ഇട്ടായിരുന്നു. വീഡിയോ എപ്പോഴാവുന്നു, നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ഇപ്പം ബാക്കി കശുവണ്ടിയും കൂടെ എടുത്തിടുവാണ്. നമ്മൾ ആദ്യമേ കശുവണ്ടി ഇട്ടാൽ എന്താന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പം ഇടുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചോറ് അതിലോട്ടിടുന്ന വീഡിയോ മിസ്സായി പോയതാണ്. എന്നിട്ട് ചോറ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലായിരുന്നു മഞ്ഞൾപ്പൊടി, നെയ്യ്, അത് ഇതിലോട്ട് പകുതി ഭാഗം ഒഴിച്ച് കൊടുക്കുക. മൊത്തം ഒഴിക്കല്, പകുതി ഭാഗത്ത് മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പരിപാടിയുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് എല്ലാം തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളിത് മൂടി വെച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പപ്പടം പൊരിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ചു. എന്നിട്ട് പപ്പടം എല്ലാം കീറിപ്പോയി, അത് സാരമില്ല. എന്നിട്ട് പപ്പടം അതിലൊക്കെ ഇട്ട് നമ്മളെല്ലാം ഫ്രൈ ആക്കി എടുക്കുവാണ്. എല്ലാം അതിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് കുട്ടനാണ് അവിടെ ഇരുന്ന് കളിക്കുന്നത്. പപ്പടമൊക്കെ നമ്മളിങ്ങനെ പൊരിച്ചെടുത്ത് എണ്ണ പോകാൻ വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ. വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടോ?
പപ്പടം മടക്കി വെച്ചപ്പോഴാട്ടോ കീറിപ്പോയത്. കുറച്ച് നാളായി എടുത്തിട്ടതാ. നമ്മൾ 2 സെറ്റാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ചിക്കൻ കറി ഞാൻ എൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത്ര എടുത്തിട്ട് ഞാൻ പോവുക. കുഞ്ഞു കാരനപ്പോൾ പോയി. ഉള്ളി, കറിവേപ്പില, ഉലുവ ഒക്കെ ഇട്ടിട്ട് ഇത് വഴറ്റിയെടുക്കുവാണ്. അങ്ങനെ നേരത്തെ നമ്മുടെ നെയ്ച്ചോറ് തുറന്ന് നോക്കാൻ പോവാട്ടോ. ഇപ്പോഴാണ് തുറന്ന് നോക്കുന്നത്. കണ്ടോ, അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, നേരത്തെ നമ്മൾ പകുതി വെച്ചിട്ട് മഞ്ഞൾ വെള്ളം ഒഴിച്ചുകൊണ്ട് പകുതി ചോറ് മഞ്ഞ കളറിനും ബാക്കി വെള്ളം വെള്ള കളറിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോറ്. ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഒരു കളർ കിട്ടുക നെയ്ച്ചോറിന്. കളർ ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നെയ്ച്ചോറ് സാധാരണ വെള്ള കളറിനാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്തും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നെയ്യുണ്ട്. ഇത് ചിക്കൻ കറി റെഡിയാക്കിയതാട്ടോ. നമ്മളെല്ലാം കഴിക്കാനായിട്ട് വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ്, ചിക്കൻ കറി, പപ്പടം, സാലഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചാൽ മതിയേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.